ഞാൻ രാഷ്ട്രീയമായ പ്രതികരണമാണ് നടത്തിയത്. നോക്കൂ, സർക്കാർ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സർക്കാരിന്റേതായ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് അതൊരു ഔദാര്യം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സഹായങ്ങൾ ചെയ്യുന്നു, ഇത്രയും ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നു, നമ്മൾ ഓരോരുത്തരും നൽകിയ തുകയാണ്, നമ്മൾ ഓരോരുത്തരും നൽകിയ സഹായമാണ്. ആ സഹായത്തിൽ വീടുകൾ ഉയരുമ്പോൾ ആ വീടുകൾ ഞങ്ങളിതാ തന്നു, ഞങ്ങളിതാ കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഒന്നോ രണ്ടോ തവണ പറയുന്ന പോലെയല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയെയും ഒരാളെ ചൂണ്ടിക്കാട്ടിയല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പൊതുവായ സമീപനത്തെയാണ് ഞാൻ പറയുന്നത്. ഭരണകൂടത്തിന്റെ സമീപനത്തെ ഞങ്ങൾ കൊടുത്തില്ലേ, ഞങ്ങൾ തന്നില്ലേ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അതൊരു ശരിയായ സമീപനമല്ല. അപ്പോൾ ഇവരൊക്കെ തന്നെയും ഞങ്ങൾക്ക് കിട്ടിയവരല്ലേ, ഞങ്ങൾക്ക് തന്നതല്ലേ എന്ന രൂപത്തിൽ അതൊരു കൈനീട്ടമായി വാങ്ങുന്നു എന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നൊരു തോന്നലിലേക്ക് അവരെത്തുന്നതും ശരിയായ സമീപനമായി എനിക്ക് തോന്നുന്നില്ല. അതിൽ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപം എന്നോട് നടത്തുന്നുണ്ട്. അതിൽ ആ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ അമ്മയോട് ഞാൻ ഇന്ന് സംസാരിച്ചു. അവർക്കാർക്കും എന്നോട് പരാതിയില്ല. അത് വേറെ രൂപത്തിൽ ആക്കിക്കൊണ്ട് പാർട്ടി ചാനലിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ കരയിച്ചുകൊണ്ട് കൊടുക്കുന്ന ബൈറ്റുകൾ, അതിനുശേഷം വന്നിരിക്കുന്ന ആക്ഷേപം നിറഞ്ഞ പ്രതികരണങ്ങൾ, അതിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഈ പറയുന്ന ആക്ഷേപിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഈ ചൂരൽമലയിലെയും ഉണ്ടക്കയിലും ദുരന്തബാധിതരോട് മാത്രമേ പറയാനുള്ളൂ. അന്നും നിങ്ങൾക്കൊപ്പമാണ്, ഇന്നും നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾക്ക് ഈ വിഷുദിനത്തിൽ നിങ്ങൾ വാടക വീട്ടിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വീടുകളിൽ വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ 400-ലധികം വരുന്ന കുടുംബങ്ങൾക്കും അവിടെ താമസിക്കാനാകുന്ന ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അതിനൊപ്പമാണ് ഞാൻ